തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇന്ത്യ രാജ്യം മുഴുവനും. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ മേഖലകളിലും സ്വാധീനം കാണണം എന്നില്ല. പ്രവർത്തകർ ഇല്ലാത്തത് തന്നെയാണ് പല പാർട്ടികൾക്കും പലയിടത്തും സ്വാധീനം കുറയാൻ കാരണം. അത്തരത്തിൽ കോൺഗ്രസിന് തമിഴ്നാട്ടിൽ സ്വാധീനം കുറവാണ്. അവിടെ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. കോൺഗ്രസ് പൊതുസമ്മേളനത്തിൽ ഒഴിഞ്ഞ കസേരകളുടെ ചിത്രം പകർത്തിയതിൽ പ്രവർത്തകർ ശോഭിച്ച് മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തമിഴ്നാട് കോൺഗ്രസ് പ്രസിഡന്റ് KS ആഴഗിരി പങ്കെടുത്ത പൊതുസമ്മേളനത്തിനിടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവമുണ്ടായത്. സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായതോടെയാണ് സംഭവം വിവാദമായത്. മാധ്യമപ്രവർത്തകരുടെ ക്യാമറ പിടിച്ചു വാങ്ങുകയും നശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. KS ആഴഗിരി വിരുദ്ധനഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. ഇതിന്റെ പ്രചാരണാർത്ഥമാണ് പൊതുസമ്മേളനം വിളിച്ചു കൂട്ടിയത്. എന്നാൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രവർത്തകർ ഇല്ലായിരുന്നു. ഒഴിഞ്ഞ കസേരകളാണ് മുൻപിലുണ്ടായിരുന്നത്. ഇത് പകർത്തിയ ക്യാമറാമാനെയാണ് അവിടെ കൂടിയിരുന്ന പ്രവർത്തകർ മർദ്ദിക്കുക മാത്രമല്ല അവരുടെ ക്യാമറകൾ അടിച്ചു പൊട്ടിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയിലേക്ക് പോകുന്നത് ഇങ്ങനെയാണോ എന്നാണ് BJP ഉന്നയിച്ച ഒരു ചോദ്യം. അതുപോലെ തന്നെ B. മാണിക്യം ടാഗോർ, DMK-യുടെ MLA തങ്കം തേനരസ് എന്നിവരും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. തമിഴ് ദേശീയ മാധ്യമപ്രവർത്തകനാണ് മർദ്ദനമേറ്റത്. മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച ശേഷം കയ്യിലുണ്ടായിരുന്ന ക്യാമറ അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. അതേസമയം മറ്റൊരു രസകരമായ സംഭവം കൂടി കോൺഗ്രസിൻ്റെ അണികളുടെ ഭാഗത്തുനിന്നുണ്ടായി. തിരഞ്ഞെടുപ്പ് യോഗത്തിനിടെ ബിരിയാണിക്കായി തമ്മിൽ തല്ലുകയായിരുന്നു ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പ്രവർത്തകർ. ഇത്തരത്തിൽ തമ്മിൽ തല്ലിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലാണ് ഈ സംഭവമുണ്ടായത്. കോൺഗ്രസിൻ്റെ മുസാഫർ നഗർ സ്ഥാനാർത്ഥിയായ നസറുദ്ദീൻ സിദ്ദിഖിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് ബിരിയാണിയുടെ പേരിൽ തമ്മിൽ തല്ല് നടന്നത്. സംഭവത്തിൽ 9 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. യോഗത്തിന് ശേഷം ബിരിയാണി വിളമ്പും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ആദ്യം തങ്ങൾക്ക് ലഭിക്കണം എന്ന തർക്കത്തെ തുടർന്ന് ചില അനുയായികൾ തമ്മിൽ പരസ്പരം തല്ലുകൂടുകയായിരുന്നു. പിന്നീടത് കൂട്ടത്തല്ലിൽ കലാശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മുൻ MLA മൗലാന ജമീലിൻ്റെ വസതിയിലായിരുന്നു യോഗം നടന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൻ്റെ പേരിൽ ജമീലിനും 30 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഏപ്രിൽ 11-നാണ് മുസാഫർ നഗറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇത് കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. പലയിടത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കുന്നത്. തമിഴ്നാട്ടിലെ ഒഴിഞ്ഞ കസേരകളുടെ ചിത്രം പകർത്തിയ മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാകുന്നത്. ഇത് BJP ദേശീയ തലത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഒഴിഞ്ഞ കസേരകളുടെ ചിത്രം പകർത്തിയ മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ നടപടിയെടുക്കും എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.